Meet the editors. അൻവറിൻ്റെ പിടിവാശി എന്നാണ് നമ്മൾ ചർച്ച ചെയ്ത്. നമുക്ക് സുജയിൽ നിന്ന് തുടങ്ങാം. സുജയ, ഇത് അൻവറിൻ്റെ പിടിവാശിയാണോ? വി ഡി സതീശൻ വളരെ കൃത്യമായി പറയുന്നു, ഇപ്പോഴും യു ഡി എഫിൻ്റെ ഘടകകക്ഷിയോ അസോസിയേറ്റ് കക്ഷിയോ അല്ല പി വി അൻവറും തൃണമൂൽ കോൺഗ്രസും. അപ്പോൾ യു ഡി എഫുമായി സഹകരിക്കുന്നുണ്ടോ ഇല്ലയോ അത് പറയൂ. അത് കഴിഞ്ഞാൽ യു ഡി എഫിൻ്റെ നിലപാട് പറയാം. പക്ഷേ പി വി അൻവർ ഇപ്പോഴും ലീഗുമായിട്ട് ചർച്ച നടത്തുകയാണ്. 2 സീറ്റുകളാണ് ഇപ്പോഴത്തെ തർക്കമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിടിവാശിയാണോ? അൻവറിന്റെ പിടിവാശിയാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? കാരണം അൻവർ ന്യായമായ ഒരു ആവശ്യമല്ലേ മുന്നോട്ട് വെക്കുന്നത്. യു ഡി എഫിൽ ഘടകകക്ഷിയാക്കാം എന്നുള്ളത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മുതൽ തന്നെ അൻവറിന്റെ മനസ്സിലുള്ള കാര്യം തന്നെയാണ്. മിൻഹാജിനെ നിർത്തിയിട്ട് പിൻവലിച്ചത് എങ്ങനെയാണ്? അതുപോലെ തന്നെ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് ആ ഉപതെരഞ്ഞെടുപ്പിൽ നിരുപാധിക പിന്തുണ കൊടുക്കുന്നു. ചേലക്കരയിൽ അതേസമയം സ്ഥാനാർത്ഥി തുടരുകയും ചെയ്യുന്നു. അൻവറിനെ ഒപ്പമുണ്ട് അല്ലെങ്കിൽ അൻവറിനെ കൂടെ കൂട്ടുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കി കൊടുത്തത് ആ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മുതലാണ്. അതിനുശേഷം അൻവർ എടുക്കുന്നത് ആത്മഹത്യാപരമായ ഒരു നീക്കമാണെന്ന് അൻവറിനോട് പലരും പറഞ്ഞിട്ടും അൻവർ യു ഡി എഫിലും വി ഡി സതീശനിലും അന്നത്തെ KPCC പ്രസിഡന്റ് കെ സുധാകരനിലും ഒക്കെയുള്ള ഒരു പ്രതീക്ഷ, നമ്മൾ ആത്മവിശ്വാസം കൊടുത്തുകൊണ്ട് കുഴിയിൽ ചാടിക്കുന്ന രീതിയിലായി പോകും ഇനിയിപ്പോൾ അൻവറിനെ ഘടകകക്ഷി എടുത്തില്ലെങ്കിൽ. അങ്ങനെ ആത്മവിശ്വാസം കൊടുത്ത് എല്ലാം പറയിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ, പി ശശിക്കെതിരെ, MR അജിത് കുമാറിനെതിരെ എല്ലാവർക്കുമെതിരെ ഇങ്ങനെ തുടരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അൻവർ എല്ലാവർക്കും വേണമായിരുന്നു, അൻവർ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അൻവറിനെ ഒരു പുക കണ്ടേ അടങ്ങൂ എന്നുള്ള മട്ടിൽ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ വി ഡി സതീശൻ എത്തിയിരിക്കുകയാണ്. കെ സുധാകരൻ പോലും അൻവറിനെ കുറിച്ച് ഇന്ന് കെ സുധാകരൻ പറഞ്ഞു എന്താണ്, അൻവറിനെ പോലെ ഒരാളെ കിട്ടുന്നത് മുന്നണിക്ക് അസറ്റല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു അസറ്റായി കെ സുധാകരൻ കാണുന്നുണ്ട്. പക്ഷേ വി ഡി സതീശൻ അങ്ങനെ കാണുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ആരുടെ പിടിവാശിയാണ് ഈ മുന്നണിയിൽ എടുക്കാതിരിക്കുന്നതിലേക്ക് നയിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൽ ആരുടെ പേരാണ് ഉയർന്നു വരിക? വി ഡി സതീശനാണ് ഇപ്പോഴും വന്ന് ഈ കൂടിക്കാഴ്ചകൾക്ക് ശേഷം പി വി അൻവറിനെ എടുക്കുന്ന കാര്യത്തിൽ വ്യക്തിപരമായ തീരുമാനം എടുക്കട്ടെ അൻവർ എന്ന് പറയുന്നത്. അൻവർ എന്ത് വ്യക്തിപരമായ തീരുമാനം എടുക്കാനാണ്? അൻവർ യു ഡി എഫിനൊപ്പമാണെന്ന് പറഞ്ഞു കഴിഞ്ഞതല്ലേ. അക്കാര്യത്തിൽ വി ഡി സതീശനുള്ള അടക്കമുള്ള ആളുകളെ നേരത്തെ മുതൽ തന്നെ കണ്ടതല്ലേ. മലയോര ജാഥയിൽ വി ഡി സതീശൻ ഇരിക്കുന്ന വേദിയിലേക്ക് വന്നത് യു ഡി എഫിലേക്ക് വരാനല്ല, മറ്റെവിടേക്കെങ്കിലും പോകാനാണോ? അങ്ങനെയാണെങ്കിൽ എല്ലാ തരത്തിലും അൻവർ എന്താണോ ആഗ്രഹിക്കുന്നത്, ഈ തൃണമൂൽ എന്ന് പറയുന്ന പാർട്ടിയിലെ കൺവീനറായി വരുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയായി തന്നെ മുന്നണിയിലേക്ക് വരാൻ വേണ്ടിയാണ് ആ പാർട്ടിയുടെ ഒരു കേരള ഘടകം തന്നെ അൻവർ രൂപീകരിക്കുന്നത്. യു ഡി എഫിൻ്റെ ഭാഗമാകാൻ വേണ്ടിയാണ് അൻവറിന് ആ പാർട്ടി തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന അൻവർ ഇനിയും എന്ത് പറയണമെന്നാണ്? അൻവറിൻ്റെ ഇനി എന്ത് തീരുമാനം അറിയണമെന്നാണ്? അൻവർ യു ഡി എഫിനൊപ്പം ഘടകകക്ഷിയായി ഒരു ആലിയായി വരണം എന്നുള്ളത് അൻവറിൻ്റെ പ്രഖ്യാപിത നിലപാടാണ്. അൻവർ അത് എത്ര തവണ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് ഈ വി ഡി സതീശൻ അടക്കമുള്ള ആളുകളുമായി. ഇപ്പോൾ പി വി അൻവർ നിലപാട് വ്യക്തമാക്കട്ടെ. പി വി അൻവർ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞതാണ് എന്നതാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. പി കെ കുഞ്ഞാലിക്കുട്ടിയുമായിട്ടുള്ള ചർച്ചകൾ തുടരുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടി നേരത്തെ മുതൽ തന്നെ യു ഡി എഫിൽ എന്ത് പ്രശ്നമുണ്ടായാലും അത് ഉമ്മൻചാണ്ടിയൊക്കെ ഉള്ള കാലം മുതൽ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി, അതുപോലെ തന്നെ KM മാണി, ഉമ്മൻചാണ്ടി, ഈ ഒരു ത്രയം അവരെപ്പോഴും ഒരു പ്രോബ്ലം സോൾവിങ്ങിനായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ആ രണ്ടുപേരുടെ ആബ്സെൻസ്, KM മാണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും ആബ്സെൻസ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ യു ഡി എഫ് സംവിധാനത്തിൽ നല്ല രീതിയിൽ കാണുന്നുണ്ട് എന്നതാണ് എൻ്റെ ടേക്ക്. കാരണം ഉമ്മൻചാണ്ടിയും KM മാണിയും ഇന്നില്ല. KM മാണിയുടെ മകൻ ഇപ്പോൾ LDF-നൊപ്പമാണ്, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് LDF-നൊപ്പമാണ്. പക്ഷേ ഇവിടെ കുഞ്ഞാലിക്കുട്ടിയാണ് ഇനിയിപ്പോൾ ആ ഒരു ശ്രേണിയിൽ അവശേഷിക്കുന്നയാൾ. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി വഴി ഒരു പ്രശ്നപരിഹാരത്തിന് അൻവർ ശ്രമിക്കുന്നത്. ലീഗിന് ഇക്കാര്യത്തിൽ അൻവർ കൂടെ വേണമെന്നാണ്. അല്ലെങ്കിൽ ഒരു പണിയില്ലേ പി കെ കുഞ്ഞാലിക്കുട്ടിക്കും ലീഗ് നേതാക്കൾക്കുമൊക്കെ അൻവറുമായി ഇങ്ങനെ ചർച്ച നടത്താൻ? യു ഡി എഫിൻ്റെ തീരുമാനം അൻവർ വേണ്ട എന്നാണ്, അതായത് അൻവർ തീരുമാനിക്കട്ടെ എന്നൊരു വാചകം പറയാനാണെന്നുണ്ടെങ്കിൽ ഈ ചർച്ചകളുടെ തന്നെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ലീഗ് നേതാക്കൾ ഈ ചർച്ചകൾക്ക് തയ്യാറാകുന്നത്, അൻവറിനെ കാണാൻ തയ്യാറാകുന്നത് അവർക്ക് അൻവറിലൊരു ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ്. നമുക്കൊരു താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടർ ആരോട് ആരെങ്കിലും കാണുമോ, സംസാരിക്കുമോ? ഇല്ലല്ലോ. അത് ഓരോരുത്തരുടെയും താല്പര്യം കൂടി അതിനകത്തൊരു ഘടകമാണ്. ലീഗിന് അപ്പോൾ അൻവറിൽ താല്പര്യമുണ്ട് എന്നതാണ് ഇന്ന് നടന്ന മാരത്തൺ കൂടിക്കാഴ്ചകളിലൂടെ 2 തവണ ലീഗ് നേതാക്കളുമായിട്ടുള്ള ചർച്ച നടന്നിരിക്കുകയാണ്. അൻവർ ആവശ്യപ്പെട്ടതനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ഒരു വ്യക്തി ആവശ്യപ്പെട്ടതനുസരിച്ച് അയാളെ കാണാൻ ഒരു തവണ ഒരാൾ തയ്യാറായിരിക്കും. പക്ഷേ ആവർത്തിച്ചുള്ള കൂടിക്കാഴ്ചകൾ നടക്കണമെന്നുണ്ടെങ്കിൽ അത് ഒരു രണ്ടുപേരുടെയും ഒരു ഇൻട്രസ്റ്റ് അതിൽ വേണം. ആ ഒരു താല്പര്യം ലീഗിന് അൻവറിനോട് ഉണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലീഗുമായുള്ള ചർച്ചകൾക്ക് ശേഷം അതുപോലെ തന്നെ കെ സുധാകരൻ കോൺഗ്രസിൽ നിന്ന് തന്നെ നേതാക്കൾ ആരും ഔദ്യോഗികമായി കണ്ടില്ല, അല്ലെങ്കിൽ ആരും അങ്ങോട്ട് പോകുന്നില്ല എന്നൊക്കെ ഒരു ഭാഗത്ത് പറയുമ്പോൾ, അതായത് അൻവറിനെ പോയി കണ്ട ആളുകളെ കുറിച്ച് ചോദിക്കുമ്പോൾ സതീശനും അടക്കമുള്ള നേതാക്കൾ പറയുന്നത് കോൺഗ്രസ് ആരെയും നിയോഗിച്ചിട്ടില്ല, അതൊക്കെ വ്യക്തിപരമായി കണ്ടതായിരിക്കും. അങ്ങനെയാണെങ്കിൽ മുൻ KPCC അധ്യക്ഷൻ കണ്ണൂരിൻ്റെ MP ആയ കെ സുധാകരൻ, ഈ അൻവറിന് ഉറപ്പ് കൊടുത്ത ആളുകളിൽ ഒരാൾ കെ സുധാകരനാണല്ലോ. കെ സുധാകരൻ ഇന്നലെ ഞാൻ പറഞ്ഞു, നമ്മൾ മീറ്റ് ദ എഡിറ്റേഴ്സ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റു പല ചർച്ചകളും നടക്കുന്നുണ്ട് എന്ന്. അത് മഞ്ചേരിയിൽ കെ സുധാകരനും അൻവറും തമ്മിലുള്ള ചർച്ചയാണ്. അതിന്ന് കെ സുധാകരൻ തന്നെ സ്ഥിരീകരിക്കുകയാണ്. അൻവർ അതിനുശേഷമാണ് കെ സുധാകരൻ പറയുന്നത് അൻവറിനെ പോലെ ഒരാളെ കിട്ടുന്നത് പാർട്ടിക്ക് അസറ്റാണ് എന്നുള്ളത്. അപ്പോൾ കെ സുധാകരൻ അക്കാര്യത്തിലൊരു വ്യക്തതയുണ്ട്. പി വി അൻവർ വരുന്നത് യു ഡി എഫിന് നല്ലതാണ് എന്നുള്ളത്. ഇവിടെ ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതുകൂടി നമ്മൾ കാണണം. ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ച് എന്തിന് വിമർശിച്ചു, ഒപ്പം നിൽക്കേണ്ട ഒരാളെ കുറിച്ച് വിമർശിക്കേണ്ടതാണോ എന്ന ചോദ്യത്തിന് ഉത്തരമായി അൻവർ എന്ന് പറയുന്നത് എന്താണ്? ഞാനിപ്പോൾ യു ഡി എഫിന്റെ ഭാഗമല്ല. അത് ശരിയല്ലേ? അൻവറിനെ യു ഡി എഫിന്റെ ഭാഗമാക്കിയിട്ടുണ്ടോ? ഇല്ല.
ഒപ്പമാണ് എന്ന് അൻവർ പറയുന്നതല്ലാതെ ഔദ്യോഗികമായി അൻവറിനെ ആ മുന്നണിയുടെ ഭാഗമാക്കിയിട്ടില്ല, തൃണമൂലിനെ മുന്നണിയുടെ ഭാഗമാക്കിയിട്ടില്ല. അപ്പോൾ തൃണമൂൽ കോൺഗ്രസ് എന്ന പുറത്തു നിൽക്കുന്ന ഒരു പാർട്ടിയിലെ ആ പാർട്ടിയുടെ സംസ്ഥാന കൺവീനർ എന്ന നിലയിൽ മാത്രം അൻവറിൻ്റെ അഭിപ്രായത്തെ കണ്ടാൽ മതി. അല്ലാതെ പഞ്ചപുച്ഛമടക്കി വിധേയനായി നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്വാഗതമുള്ളൂ എന്നൊരു നിലപാട് വി ഡി സതീശൻ എടുക്കുന്നതിനോട് എനിക്കെന്തായാലും ഒരു യോജിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ലീഗ് അടക്കം ഇടപെട്ടിരിക്കുന്നത് വി ഡി സതീശൻ ഇങ്ങനെ മസിൽ പിടിച്ചൊരു തീരുമാനത്തിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. കോൺഗ്രസിലെ തന്നെ നേതാക്കളിൽ ബഹുഭൂരിപക്ഷത്തിനും അൻവർ വരട്ടെ എന്നുള്ള നിലപാടുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും CPIM-ന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം അവർ നീട്ടിക്കൊണ്ടു പോവുകയാണ്. ഈ ചർച്ചകളും ഈ തർക്കങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ വെള്ളിയാഴ്ചയോടുകൂടി മാത്രമേ CPIM-ന്റെ സ്ഥാനാർത്ഥി എന്തായാലും വരികയുള്ളൂ. അതോടൊപ്പം തന്നെ അഡ്വാൻസായി MV ഗോവിന്ദൻ പറയുന്നത് അൻവർ കൂടി ഇപ്പുറത്തേക്ക് ചേരുമെന്നത് കണക്കാക്കിക്കൊണ്ടാവണം ഭരണത്തിന്റെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. ഈ ഒരു മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കൊണ്ട് മാത്രമല്ല നമ്മൾ വിലയിരുത്തൽ കാണേണ്ടത് എന്ന് MV ഗോവിന്ദൻ പറയുന്നുണ്ട്. അതേസമയം ഭരണത്തിന്റെ വിലയിരുത്തലാണെന്ന് A വിജയരാഘവൻ പറയുന്നുണ്ട്. മറുഭാഗത്ത് അങ്ങനെയുള്ള രാഷ്ട്രീയ മറുപടികൾ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ UDF അല്ലെങ്കിൽ അൻവറിന് മുന്നിലുള്ള ഓപ്ഷൻ എന്താണ്? ഒറ്റയ്ക്ക് മത്സരിക്കുക. ഒറ്റയ്ക്ക് മത്സരിച്ചാലും അൻവറിന് മണ്ഡലത്തിൽ ജയിച്ചു വരാൻ കഴിയുമോ എന്ന കാര്യത്തിൽ അൻവറിന് തന്നെ അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. മാത്രമല്ല ഈ രാജിവെച്ച ഒഴിവിൽ ആ മണ്ഡലത്തിൽ മത്സരിക്കുക എന്ന കാര്യം ഒരിക്കൽ പോലും അൻവർ പറഞ്ഞിട്ടുമില്ല. അതായത് ഞാൻ മുന്നണിയിലേക്ക് വരാം, ഞാൻ ഈ സീറ്റ് രാജിവെക്കാം, എന്നിട്ട് UDF-ന്റെ ഭാഗമായി മത്സരിച്ച് ഈ സീറ്റ് ഞാൻ തന്നെ മത്സരിച്ച് UDF-ന് പിടിച്ചു തരാം എന്നല്ലല്ലോ അൻവർ പറയുന്നത്. എനിക്ക് സീറ്റ് വേണ്ട, എനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല, UDF-ന് ജയിക്കാൻ ആവശ്യമായ സഹായം ഞാൻ ചെയ്യും, അത് സ്ഥാനാർത്ഥി ആരായാലും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് ഇത്തിരി കൂടി പോയി, ചെയ്ത് ചെകുത്താനാണെങ്കിലും എന്ന് വരെ പറഞ്ഞു പോയി. അതൊക്കെ ഒരു നിരാശയിൽ നിന്ന് വരുന്നതാണ്. ഒരാളെ പറഞ്ഞു പറ്റിച്ച് എത്ര കാലം നമുക്ക് ഇങ്ങനെ നിർത്താൻ കഴിയും? അങ്ങനെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറയുന്നത് എന്താണ്? ലീഗിന് വഴി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ അസോസിയേറ്റ് ഘടകകക്ഷിയാക്കുക. അതായത് നിങ്ങൾ പുറത്തു നിന്നോളൂ, എന്നിട്ട് ഞങ്ങളെ ഈ മത്സരം ജയിപ്പിക്കണം. മത്സരം ജയിപ്പിച്ച് കഴിയുമ്പോഴേക്കും ഈ 4-5 മാസമായി പറ്റിച്ചുകൊണ്ടിരിക്കുന്ന സതീശൻ അതുപോലെ തന്നെ പറ്റിക്കില്ല എന്ന് ആര് കണ്ടു? അതുകൊണ്ടാണ് അൻവർ എന്നെ ഇന്നാക്കണം, എന്നെ ഘടകകക്ഷിയാക്കണം എന്നുള്ള വാശി പിടിക്കുന്നത്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആകട്ടെ എന്നതാണ് ഇപ്പോൾ മുന്നിൽ വെച്ചിരിക്കുന്ന ഓപ്ഷൻ. അപ്പോൾ ആ ഓപ്ഷൻ അൻവറിന് സ്വീകാര്യമല്ല. അൻവർ പറഞ്ഞ വാചകം ഞാൻ കോട്ട് ചെയ്യുകയാണ്: ബസ്സിന്റെ കോണിയിൽ നിന്ന് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അകത്ത് ബസ്സിൽ ഒരു സീറ്റൊക്കെ കൊടുക്കാൻ കഴിയുന്ന ആൾ തന്നെയല്ലേ അൻവർ? പ്രത്യേകിച്ചും നിൽമർ മണ്ഡലത്തിൽ MLA ആയിരുന്ന, അവിടെ രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ കൂടെ കൂട്ടുന്നത് കൊണ്ട് നഷ്ടമൊന്നും ഉണ്ടാകില്ല, നേട്ടമേ ഉണ്ടാകൂ എന്നുള്ളത് UDF സംവിധാനത്തിൽ പ്രധാന ഘടകകക്ഷിയായ നിലമ്പൂരിനെ അറിയാവുന്ന ലീഗിനറിയാം. എന്തായാലും ഇനിയിപ്പോൾ ഈ അൻവർ മാറി നിൽക്കുകയും സ്വതന്ത്രമായി മത്സരിക്കുകയും LDF ജയിക്കുകയും ചെയ്താൽ അൻവർ തീർന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതല്ല, മറിച്ച് സതീശൻ ഇപ്പോൾ കിനാവ് കാണുന്നത് പോലെ UDF-ൽ അൻവർ ഇല്ലാതെ മത്സരിച്ച് UDF അങ്ങ് ജയിക്കുകയാണെങ്കിലും അൻവർ അങ്ങ് തീർന്നോളും എന്നതാണ് സതീശൻ്റെ കിനാവ്. പക്ഷേ UDF അൻവറിനെ ഒപ്പം കൂട്ടുകയാണെങ്കിൽ അവർക്ക് ജയം ഉറപ്പാണ് എന്നുള്ള ആ ഒരു സാധ്യതയാണ് ലീഗ് ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ലീഗിൻ്റെ ബുദ്ധിപരമായ നീക്കമാണോ അതോ എൻ്റെ 150 കോടി മീൻവണ്ടി അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ പറഞ്ഞ അൻവർ വേണ്ട എന്നുള്ള സതീശൻ്റെ നീക്കമാണോ വിജയിക്കുക എന്നതറിയാൻ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാനും കാത്തിരിക്കുകയാണ്. എന്തായാലും സേഫ് വിക്കറ്റ് അല്ല അൻവറിന് ഇപ്പോഴെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും കോണിയിൽ പിടിച്ച ഇപ്പോൾ ചർച്ച കോണി ചാരി വെച്ചെങ്കിലും ബസ്സിൽ കയറ്റാനായിരിക്കും. അതാണ് ഇവിടുത്തെ പ്രശ്നം. പക്ഷേ എനിക്കൊരു ചോദ്യമുണ്ട് സുജയെടുത്ത്, ഒറ്റ ചോദ്യം, ഇടവേളയ്ക്ക് പോകുന്നതിന് മുമ്പ്. ഈ പാലക്കാട് മത്സരിക്കുമ്പോഴും ചേലക്കര മത്സരിക്കുമ്പോഴും PV അൻവർ ഏതായിരുന്നു പാർട്ടി? അന്ന് DMK. അന്ന് പാർട്ടി അല്ലല്ലോ, അതൊരു എന്താ സംഘടനയായിരുന്നു. അതെങ്ങനെ UDF-ന്റെ ഭാഗമാവും? അല്ല, അന്ന് ആ സമയത്ത് വി ഡി സതീശൻ പാലക്കാട് അങ്ങനെ വി ഡി സതീശനോ കോൺഗ്രസോ അന്ന് ആ സമയത്ത് PV അൻവറിനെ UDF-ന്റെ ഭാഗമാക്കാമെന്നൊരു വാഗ്ദാനവും കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ചേലക്കരയിൽ മത്സരിച്ചത്. ചേലക്കരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച PV അൻവറിന്റെ പാർട്ടിയെ അല്ലെങ്കിൽ ഒരു കക്ഷിയെ നിങ്ങൾ എങ്ങനെ UDF-ന്റെ ഭാഗമാക്കും? വിശദമായി അത് ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ പറയുന്ന നെറേറ്റീവ് എല്ലാം വന്ന് കോൺഗ്രസിന്റെ തലക്കാണിടുക. പക്ഷെ നോക്കൂ, എവിടെയാണ് കോൺഗ്രസ് ഈ കാര്യത്തിൽ ഒരു പിന്നാക്കം പോയത്? എന്തുകൊണ്ടാണ് പോയത്? എണ്ണി നമുക്ക് പറയാം. ആന്റോഗസ്റ്റിൻ, അൻവറിന്റെ പിടിവാശിയാണോ? സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, ആദ്യം പ്രഖ്യാപിച്ചതിന്റെ ആനുകൂല്യം കിട്ടേണ്ട UDF ഇപ്പോൾ PV അൻവറിൽ ചുറ്റിത്തിരിയുകയാണോ? അൻവറിന്റെ പിടിവാശിയാണോ? എൻ്റെ അഭിപ്രായത്തിൽ VD സതീശൻ്റെ പിടിവാശിയാണ്, അൻവറിൻ്റെ പിടിവാശിയല്ല. ഇപ്പോൾ ലീഗിനെ അവഹേളിക്കുന്ന ആരാന്നറിയോ നിങ്ങൾക്ക്? ഇപ്പോൾ കോൺഗ്രസ് റെഡ്ഡിക്ക് ലീഗിനെ അവഹേളിച്ചുകൊണ്ടിരിക്കുക. എത്ര ദിവസമായി തുടങ്ങിയിട്ട്? PK കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ലീഗിൻ്റെ ഇത്രയും മുതിർന്ന നേതാവ്, സുജയ പറഞ്ഞ പോലെ KM മാണീൻ്റെ ഒപ്പം അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ ഒപ്പം ഒന്നിച്ച് ത്രയങ്ങളായി നിന്നിരുന്ന PK കുഞ്ഞാലിക്കുട്ടി എന്നൊരു മുതിർന്ന നേതാവ് എത്ര പ്രാവശ്യമായി ഈ അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു? ഇന്ന് രാവിലെ ചർച്ച ചെയ്യുന്നു, അത് കഴിഞ്ഞ് UDF നേതാക്കന്മാരെ വിളിച്ച് ചർച്ച ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് UDF-ൻ്റെ ഒരു സംഘം അൻവറിൻ്റെ വീട്ടിലേക്ക് പോകുന്നു, തിരിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ലീഗിൻ്റെ നേതാക്കന്മാർ ചർച്ച ചെയ്യുന്നു. ആരൊക്കെയാണ് ചർച്ച ചെയ്യുന്നതെന്നറിയോ? PK കുഞ്ഞാലിക്കുട്ടി, വഹാബ്, പിന്നെ PM സലാം, ഈ 3 പേരും പിന്നെ MB അഹമ്മദിൻ്റെ വഹാബിൻ്റെ വീട്ടിലിരുന്ന് ചർച്ച നടത്തിയിട്ട് അൻവറോട് അങ്ങോട്ട് വരാൻ പറയുന്നു.
എന്നിട്ട് ഈ കാര്യങ്ങൾ പറയുന്നു. അവർക്ക് എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെ ഒരു സംവിധാനം നടത്തേണ്ട കാര്യം? ആ കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ നിലമ്പൂരിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണം, അല്ലെങ്കിൽ UDF അധികാരത്തിൽ വരണം ഒറ്റ കാരണം കൊണ്ടാണ്. എന്തുകൊണ്ട് ഈ ഇനിഷ്യേറ്റീവ് പാലക്കാടോ ചേലക്കരയോ പിന്നെ ലീഗ് എടുത്തില്ല? ആ ലീഗ് എടുക്കാത്തതിന് കാരണമുണ്ട്. ആ കാരണം എന്ന് പറയുന്നത് അവിടെ അൻവർ ഇല്ലെങ്കിലും UDF ജയിക്കാൻ പറ്റുന്നുള്ള ബോധ്യം ലീഗിനുണ്ട്. ഈ ലീഗിന് ഇപ്പം എന്തില്ല, ഈ അൻവർ ഇല്ലാതെ നിലമ്പൂരിൽ ജയിക്കാൻ പറ്റില്ല എന്നറിയാം. അതുകൊണ്ടാണ് ഈ പറയുന്ന വഹാബ് MP വീട്ടിൽ, വഹാബ് MP എന്ന് പറയുന്ന ആരാ? ആ മണ്ഡലത്തിലെ വോട്ടറാണ്. ആ വോട്ടറുടെ വീട്ടിൽ അൻവറിന് വേണ്ടി വിളിച്ചു വരുത്തി ചർച്ച നടത്തുകയാണ്. അത് മനസ്സിലാക്കാനുള്ള ബോധം പോലും കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ ഇല്ലാതെ പോയില്ലേ? ഞാൻ വിചാരിക്കുന്നത് നമുക്കറിയാവുന്ന ശൈലി വെച്ചിട്ട് KPCC പ്രസിഡന്റ് മുതൽ പ്രധാനപ്പെട്ട UDF കൺവീനർ അടക്കം മുൻ പ്രസിഡന്റുമാരടക്കം പ്രധാനപ്പെട്ട ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കെല്ലാം ഒരു ബഹുഭൂരിപക്ഷം വരുന്ന UDFൻ്റെ ഘടകകക്ഷികൾക്കെല്ലാം അൻവറിനെ ഈ പറഞ്ഞ പാർട്ടിയിലേക്ക് ഘടകകക്ഷിയാക്കി കൊണ്ടുവരണമെന്നുണ്ട്. അതിന് കാരണം എന്താണെന്നറിയോ? 2026 ഇലക്ഷനിൽ ഈ പറഞ്ഞ UDFന് അധികാരത്തിൽ വരണമെങ്കിൽ ഈ പറഞ്ഞ നിലമ്പൂർ ഇലക്ഷൻ അവർക്കൊരു ഗേറ്റ് ഓപ്പണിംഗ് ആണ്. ഈ നിലമ്പൂർ ഇലക്ഷനിൽ ജയിച്ചാൽ മാത്രമാണ് ഈ പറയുന്ന ട്രെൻഡ് പിണറായി വിജയൻ സർക്കാരിനെതിരാണ് എന്ന് വരുത്തി തീർക്കാൻ പറ്റുള്ളൂ എന്നുള്ള ബോധ്യം ആർക്കുണ്ട്? ഈ പറഞ്ഞ ഘടകകക്ഷിക്കും ലീഗിനും കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ആൾക്കാർക്കുണ്ട്. പക്ഷേ ഇതാർക്കും മനസ്സിലാവുന്നില്ല, സതീശന് മനസ്സിലാവും. ഞാൻ ഉദാഹരണം പറയാം. എത്രയോ നാളായി ഇതിന് ഈ UDFൻ്റെ ചെയർമാൻ എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് സതീശൻ ഇരിക്കുന്നിടത്തോളം കാലം സതീശനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് അതിന് അദ്ദേഹം സമ്മതിക്കില്ല എന്നുള്ളതാണ്. എല്ലാ പ്രാവശ്യങ്ങളും ചർച്ച കൊണ്ടുവരും. കോഴിക്കോട് നമ്മൾ ചർച്ച നടത്തിയിട്ട് പത്രക്കാരെ കണ്ട സതീശൻ എന്താണെന്ന് പറഞ്ഞത്? എന്നെ എല്ലാവരും കൂടെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, UDF യോഗം ചേർന്ന് എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഞാനത് അടുത്ത ദിവസങ്ങളിൽ മറ്റുള്ള കുറച്ച് ഘടകകക്ഷികളുമായി ചേർന്നിട്ട് സംസാരിച്ചിട്ട് പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രഖ്യാപനം നടന്നില്ലല്ലോ. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അടുത്തൊരു നാടകം വന്നു. ഞങ്ങളുടെ തിരുവനന്തപുരത്ത് ഏപ്രിൽ 23 ഒരു പ്രഖ്യാപനം ചർച്ച നടത്തി. അന്ന് ഈ പ്രതിപക്ഷ നേതാവുണ്ട്, MM ഹസനുണ്ട്, ഈ പറഞ്ഞ VD സതീശനുണ്ട്. ചർച്ച നടത്തിയിട്ട് എന്താണ് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞത്? 2 ദിവസത്തിനുള്ള പ്രഖ്യാപിക്കേണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 1 മാസമായില്ലേ? ഈ സമയം വരെ പ്രഖ്യാപിച്ചില്ലല്ലോ. ഈ ചർച്ചകളൊക്കെ നടത്തണമെന്നും ഈ അൻവറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്നും പറഞ്ഞ ആളാരാ? ലീഗാണ്, കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചില്ല? ഈ പറഞ്ഞ PV അൻവറിനെ എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയോ അതിനെക്കുറിച്ച് എന്നിട്ട് എന്താണ് അദ്ദേഹത്തെ ഇങ്ങനെ പകവപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ അദ്ദേഹത്തെ എന്താ ചെയ്യുന്നത്? അദ്ദേഹം ആർക്കെതിരെ ഫൈറ്റ് ചെയ്യണമെന്നറിയോ? ഇപ്പോൾ പിണറായി വിജയത്തിനെതിരെ, റിയാസ് മിനിസ്റ്റർക്കെതിരെ, സർക്കാരിനെതിരെ, കോൺഗ്രസിനെതിരെ, VD സതീശനെതിരെ, ഇവർക്കൊക്കെ എതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒറ്റയാൾ പോരാട്ടം അദ്ദേഹത്തിന് വേണ്ടിയിട്ട്. കാരണം അദ്ദേഹം അതാണ് പ്രശ്നം. അദ്ദേഹം അതെങ്ങനെ രാജിവെച്ചത്? അദ്ദേഹം പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ സർക്കാരിനെതിരെ ശക്തമായി വിമർശിച്ച് പുറത്തിറങ്ങി വരുമ്പോൾ ഇവരാണല്ലോ പിന്താങ്ങിയത്. ഈ ഓരോ വർത്തമാനത്തിനും ഇപ്പുറം വന്ന് VD സതീശൻ്റെ ഈ പ്രതിപക്ഷ KPCC പ്രസിഡന്റ് ബൈറ്റ് ഉണ്ടായിരുന്നല്ലോ. എന്താ ബൈറ്റ് എന്ന് പറയുന്നത്? അതങ്ങനെയാണ്, അത് ശരിയാണ്, അൻവർ പറയുന്നത് ശരി. എന്താണ് അദ്ദേഹം അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. മാത്രമല്ല രാജിവെച്ച് കഴിഞ്ഞുള്ള വാർത്താ സമ്മേളനത്തിൽ ജനുവരി 13 ഈ VD സതീശനെതിരെ ആരോപണം ഉന്നയിച്ചത് P ശശി പറഞ്ഞിട്ടാണ് എന്നുകൂടി അൻവറിനെ കൊണ്ട് പറയിപ്പിച്ചു. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ക്രെഡിബിലിറ്റിയാ അല്ല, എന്തിനാ ക്രെഡിബിലിറ്റി? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ ക്രെഡിബിലിറ്റി ഇല്ല എന്ന് പറയുന്ന നേതാവുണ്ടല്ലോ, ഈ പറയുന്ന അൻവർ, എന്തിനാണ് ചർച്ച നടത്തുന്നത്? വേണ്ടാന്ന് പറഞ്ഞൂടെ? എന്താ ധൈര്യം ഇല്ലാത്ത? അത് പറ. ഇപ്പം കോൺഗ്രസ് എന്തുകൊണ്ട് ധൈര്യമില്ല ഈ അൻവർ വേണ്ടാന്ന് പറയാൻ? തൻ്റെ അടുത്തോടെ പറയാൻ വേണ്ടാന്ന്. ലീഗിന് എന്തുകൊണ്ട് ധൈര്യമില്ല അൻവർ വേണ്ടാന്ന് പറയാൻ? തൻ്റെ ഇടം ഇല്ലല്ലോ. ഈ പറയുന്ന വീട്ടിൽ ചെന്ന് ഓരോ വീട്ടിലിരുന്നിട്ട് അടുക്കള കച്ചവടം നടത്തലല്ലോ വേണ്ടത്. കറക്റ്റായിട്ട് വിളിച്ചു വരുത്തി ന്യായം പറയണ്ടേ? എന്താണ് അൻവറിൻ്റെ കുറ്റം? എന്താ ഇപ്പം നിങ്ങൾ കണ്ടെത്തിയ കുറ്റം? എന്താ ഈ കോൺഗ്രസ് കണ്ടെത്തിയ കുറ്റം? എന്താ ഈ പറയുന്ന പിണറായി വിജയനെതിരെ ശക്തമായി പ്രതികരിക്കുന്നതോ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിന് ശക്തമായി പ്രതികരിക്കുന്നതോ? രാഷ്ട്രീയ സ്ഥിരതയില്ല. എന്ത് രാഷ്ട്രീയ സ്ഥിരതയില്ലാത്ത? ഈ തെരഞ്ഞെടുപ്പ് എന്താണെന്നാണ് PV അൻവർ നമ്മളോട് പറഞ്ഞത്, മാധ്യമങ്ങളോട് പറഞ്ഞത്? എന്താ? പിണറായിസവും ജനവും തമ്മിലുള്ള പോരാട്ടമാണ്. കോൺഗ്രസിന്റെ കൂടെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോവാണ്. ഇവരാണല്ലോ നിൽക്കില്ല, ചെയ്യില്ലേ? ഇപ്പൊ ഇന്നെന്താ പറഞ്ഞറിയോ? 2 days കൂടെ സമയം. ഇന്നും കൂടെ ലീഗിന്റെ നേതാക്കന്മാര് ഈ പറഞ്ഞ അഹമ്മദ് വഹാബിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞിരിക്കുന്നത് 1 ദിവസം കൂടെ കാത്തിരിക്കുന്നു. എന്തിനാ കാണുന്നത്? ഇന്നെന്തിനാ KPCC ജനറൽ സെക്രട്ടറിയും CMPന്റെ നേതാവ് വിജയേഷനും കോഴിക്കോട് DCC പ്രസിഡന്റ് അൻവറിന്റെ വീട്ടിലേക്ക് പോയത്? അൻവർ അവരെ വീട്ടിലേക്കല്ല പോയത്. എന്തിനാ പോയത്? എന്നാ വേണ്ടാന്ന് പറഞ്ഞൂടെ? എന്നോട് പറയുന്നത് ഒറ്റ കാര്യം അറിയാം, ഈ അൻവർ ഇല്ലാതെ കോൺഗ്രസ് ഇവിടെ ജയിക്കാൻ പറ്റാത്തുള്ള ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ടാണ്. അല്ലാതെ ഇവർ പറയുന്നത് പോലെ അയ്യോ അൻവർ വേണ്ട. ഒറ്റ ആൾക്ക് ഇതിന് ബോധമില്ലാത്തുള്ളൂ. ആളെന്ന് പറയുന്നത് VD സതീശനാണ്. അതുകൊണ്ടെന്താണ് നിങ്ങൾ VD സതീശൻ്റെ പത്രസമ്മേളനത്തിൽ ശരീരഭാഷ ശ്രദ്ധിച്ചോളൂ, വളരെ ദേഷ്യത്തിലാണ്.
എന്തിനാ ദേഷ്യപ്പെടാൻ ഇത്ര കാര്യങ്ങൾ? സണ്ണി ജോസഫിനോട് ചോദിച്ചു. ഈ കണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് ആണല്ലോ, അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ അൻവറിൻ്റെ കാര്യത്തിൽ എന്താ തീരുമാനം എന്നുള്ളത്. സണ്ണി ജോസഫ് മാറി ഇതിന് പറഞ്ഞു, അത് UDFൻ്റെ ചെയർമാൻ പറയും. ഒരക്ഷരം വേണ്ടിയിട്ടില്ല. ഈ പറഞ്ഞ ലീഗിൻ്റെ ഒരു നേതാവ് പോലും വന്നിട്ട് പറഞ്ഞിട്ടില്ല ഈ അൻവർ വേണമെന്നോ വേണ്ടാന്നോ. എന്തുകൊണ്ട് പറയുന്നില്ല? ആകെ പറയുന്ന ഒരേ ഒരു വ്യക്തി ആരാണ്? ഈ പറയുന്ന പ്രതിപക്ഷ നേതാവായ VD സതീശൻ മാത്രമാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, 2026 ഇലക്ഷന് വേണ്ടിയിട്ട് 2000 ഇലക്ഷന് മുന്നോടിയായി ഇടതുപക്ഷ സർക്കാരിനെ ഇറക്കലാണോ ഇവരുടെ അജണ്ട? അല്ലെങ്കിൽ ഈ അൻവർ ഇല്ലാതെ ഞാൻ ജയിച്ചു എന്ന് കാണിക്കുന്ന ഈ പറയുന്ന VD സതീശൻ്റെ ഒറ്റയാൾ പോരാട്ടത്തിനാണോ വില? UDF ഒറ്റക്കെട്ടായിട്ട് പറയുന്നു എന്ത് ശക്തമായ രീതിയിൽ സർക്കാരിനെതിരെ പ്രതികരിക്കണം. പ്രതികരിക്കാൻ ആരെ കൂട്ടിപ്പിടിച്ചാലും കുഴപ്പമില്ല, ഈ സർക്കാർ താഴെ ഇറക്കുന്ന പറയുന്നത് ലീഗ് അതാണ് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ലീഗ് പോലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷി ഒരു കാര്യം പറഞ്ഞിട്ട് കേൾക്കാതെ ഇന്നേ വരെ അങ്ങനെ ചരിത്രം ഉണ്ടായിട്ടില്ല കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ? UDFൻ്റെ ചരിത്രത്തിൽ ലീഗ് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷി ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞിട്ട് എടുക്കാത്ത ഒരു ചരിത്രം കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല, UDFൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. എന്തിനാണ് ഇവരിങ്ങനെ അവഹേളിക്കുന്നത്? ഇന്നും ചർച്ച നടത്തിയിട്ട് പറയുന്നത് എന്താണെന്നറിയോ? നാളെ ചർച്ച ചെയ്യും. എന്താണ് നാളെ ചെയ്യാൻ? ഈ പറയുന്ന നേതാവ് ഇറങ്ങി ഇലക്ഷൻ വർക്ക് തുടങ്ങിയിട്ടാണ്. ഇനി ശരി, അത് വേണ്ട, ഇനി ഇവരെ ഘടകകക്ഷിയിലേക്ക് എടുത്തില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എടുത്തില്ലെങ്കിൽ അവരോട് പറയണം, നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളത് പറഞ്ഞു. ആ മര്യാദ കാണിക്കുള്ളൂ. അൻവർ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾക്ക് നിരൂപകാധിക പിന്തുണ തരാം എന്ന് പറഞ്ഞു. എനിക്ക് ഒരു സജഷൻ ഉണ്ട്. അത് എന്നാണ് പറയുന്നത്? അൻവർ രാജിവെച്ച് ഇറങ്ങി അന്ന് തന്നെ പറയുകയാണ്, ഞാൻ UDFന് നിരൂപകാധിക പിന്തുണ തരാം. എൻ്റെ അഭിപ്രായത്തിൽ നല്ല സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഞാൻ രാജിവെച്ച സീറ്റാണല്ലോ. ഞാൻ രാജിവെച്ച സീറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ LDF പുറത്താക്കിയതോ അല്ലെങ്കിൽ ഡിബാർ ചെയ്തോ ഒന്നും അല്ലല്ലോ. അവിടുന്ന് PV അൻവർ രാജിവെച്ച സീറ്റാണ്. രാജിവെക്കുമ്പോൾ അദ്ദേഹം കണക്കാക്കുന്നത് എന്താണ്? ശക്തമായ ഒരു വികാരം ആ നിലമ്പൂർ ഇലക്ഷനിൽ പിണറായി വിജയനെതിരെ കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ആ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചതാണ് PV അൻവർ. അപ്പോൾ PV അൻവർ പറയുന്നൊരു കാര്യം എന്താണ്? എൻ്റെ മുൻപിൽ ഒരു സ്ഥാനാർത്ഥിയുണ്ട്, ഇദ്ദേഹം നിന്ന് കുറച്ച് നല്ല രീതിയിൽ ജയിക്കും എന്ന് പറയുന്നു. ആ സ്ഥാനാർത്ഥിയുടെ V ജോയി എന്ന് പറയുന്നത് ഇവരാരും പറയുന്നതിന് മുന്നേ പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞു, എനിക്കിതാണ് സജഷൻ, ഇനി UDF നേതാക്കന്മാർ തീരുമാനം എടുത്തോട്ടെ എന്ന് പറഞ്ഞു. ആ പറഞ്ഞ കാര്യം മാറ്റി പറയുമ്പോൾ ഒരു വാക്ക് ഈ പറയുന്ന PV അൻവറോട് ചോദിക്കണ്ടേ? എന്ത് ചോദിക്കണം? അല്ലെങ്കിൽ ഒരു ഘടകകക്ഷി അതന്നെ പറയുന്നത്. അൻവർ തിരിച്ച് ഈ പറഞ്ഞ ഷൗക്കത്തിനെ കുറിച്ച് പറയുമ്പോൾ തിരിച്ചു പറയാൻ മറുപടി ഇല്ല അവർക്ക്, അധികാരമില്ല അവർക്ക്. ആ അൻവറോട് ചോദിക്കാതെ പ്രഖ്യാപിച്ച സ്ഥലത്ത് അൻവർ പറയുന്ന കേസ് കേൾക്കാൻ കൂടി ബാധ്യതയുണ്ടെങ്കിൽ നിന്നാൽ മതിയെന്നേ. അല്ലെങ്കിൽ പറയണം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന്. ഞങ്ങൾക്ക് ആവശ്യം. അപ്പം ഈ പറയുന്ന തൻ്റെ എന്താ ഇന്ന് VD സതീശൻ കാണിക്കാതിരുന്നത്? എന്താ കാണിച്ചത്? വളരെ കൃത്യമായി പറഞ്ഞു. PV അൻവർ പറയൂ, UDFുമായി സഹകരിക്കുന്നുണ്ടോ ഇല്ലയോ? അപ്പൊ പറയാം. പറഞ്ഞില്ലേ? ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന് കൊടുക്കാൻ കഴിയുന്ന കൃത്യമായ രാഷ്ട്രീയ സന്ദേശം എന്താണ്? കരുത്തുറ്റ രാഷ്ട്രീയ സന്ദേശം. അങ്ങനെയല്ലോ. വോട്ടിന്റെ ബലത്തിൽ വന്ന് കോൺഗ്രസ് പോലൊരു പ്രസ്ഥാനത്തെയും UDF പോലൊരു ലീഗ് അങ്ങനെ 7000 വോട്ടിന്റെ വില ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, വില ഉണ്ടെന്നേ പറഞ്ഞു. 7000 വോട്ട് ആ വിലക്ക് കൊടുത്താൽ മതി. ആ വിലക്ക് വോട്ട് കൊടുത്താൽ മതി. പരിധിയില്ലേ? എന്ത് പരിധി? വോട്ടിന് വേണ്ടി കോൺഗ്രസിന് തങ്ങളുടെ രാഷ്ട്രീയാഭിമാനം പണയം വെക്കാൻ പറ്റും? മുന്നണിയുടെ മര്യാദ പണയം വെക്കാൻ പറ്റും? ഞാൻ ചോദിക്കട്ടെ പാലക്കാട്ട് സന്ദീപ് വാര്യരെ കൂടെ കൂട്ടുമ്പോ പാലക്കാട്ട് സന്ദീപ് വാര്യരെ കൂട്ടുമ്പോ ഈ അഭിമാനക്ഷത ഉണ്ടായിരുന്നല്ലോ എന്തെല്ലാം പറഞ്ഞാണ് രാഹുൽ ഗാന്ധി അടക്കം. അന്നേരം അഭിമാനക്ഷതമില്ല. ഇത് മുന്നണിയെ കൂട്ടാനായിട്ട് അഭിമാനക്ഷത അഭിമാനമൊക്കെ നമ്മൾ പാലക്കാട്ട് കണ്ടതാണ്. പല ഘട്ടങ്ങളിലുണ്ടായിരുന്നു. അതുകൊണ്ടെന്താ VD സതീശന്റെ അഭിമാനം കണ്ടത് ഭൂരിപക്ഷത്തിൽ ജയിച്ചില്ലേ രാഹുൽ? ആയിക്കോട്ടെ, വിജയമാണ് നമ്മൾ കണ്ടത്. സ്ഥാനാർത്ഥി വെച്ചിട്ടുണ്ടോ? വെച്ചില്ലല്ലോ. അങ്ങനെ പറയുന്ന കോൺഗ്രസ് ജയിച്ചു. എത്ര ഭൂരിപക്ഷം കുറഞ്ഞു? കിട്ടിയ കോൺഗ്രസ് ജയിക്കുമായിരുന്നു. നോക്കൂ, 27,000 വോട്ടിന്റെ കുറവാണ് LDFന്റെ ക്യാമ്പിൽ വരുത്തിയത് കോൺഗ്രസ് ചേലക്കരയിൽ. ചെറുതല്ല. 39,000 നിന്ന് 12,000 ഭൂരിപക്ഷം കുറച്ചു. അതൊരു പൊളിറ്റിക്കൽ വിജയമാണ്. വിജയിച്ചില്ല, സമ്മതിച്ചു. ആ മണ്ഡലം ഒരു ലെഫ്റ്റ് മണ്ഡലമാണ് ചേലക്കരയിൽ. പക്ഷെ നോക്കൂ, ഒരു നിമിഷം, എനിക്ക് സമയമുണ്ട്. അങ്ങ് പറഞ്ഞു തീർന്നെങ്കിൽ ഇത് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു. നമ്മൾ ഈ ചേലക്കര
ചേലക്കരയും പാലക്കാടും പറയുമ്പോൾ പറയാം. പാലക്കാട് ഇലക്ഷനിൽ അൻവർ മത്സരിച്ചിട്ടില്ല. അൻവർ കോൺഗ്രസിന് പൂർണ്ണ പിന്തുണ, അദ്ദേഹം വെച്ച സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിട്ട് കോൺഗ്രസിന് പിന്തുണ കൊടുത്തു. അത് അംഗീകരിക്കുന്നില്ല, അംഗീകരിക്കേണ്ട. കഴിഞ്ഞില്ല, ചേലക്കരയിലേക്ക് വരാം. ചേലക്കരയിൽ അൻവർ സ്ഥാനാർത്ഥിയെ നിർത്തി 3000 വോട്ട്, 3500 എത്ര 4000 വോട്ട്, 3100 വോട്ട് പിടിച്ചു. ആ 3100 കിട്ടിയാൽ പോലും കോൺഗ്രസ് ജയിക്കില്ലായിരുന്നല്ലോ. ജയിക്കുമായിരുന്നോ? ജയിക്കില്ല, തോൽവി തന്നെയാണല്ലോ. അപ്പൊ അതിൽ പറയുന്നതിൽ ഇൻസിഗ്നിഫിക്കന്റ് ആണ് പി വി അൻവർ പാലക്കാട്, ചേലക്കര. പക്ഷേ നിലമ്പൂർ അങ്ങനല്ല. നിലമ്പൂരിൽ ഒരു 7000 മുതൽ 10000 വോട്ട്, ഞാൻ കണക്ക് പറയാം, 7000 മുതൽ 11000 വോട്ടിന്റെ വരെ ഒരു മാർജിൻ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കൊടുക്കണമെന്നേ. ഒരു മുന്നണിയെ നിങ്ങൾ ബ്ലാക്ക്മെയിൽ ചെയ്യരുത്. ഒരു പാർട്ടിയെ നിങ്ങൾ രാഷ്ട്രീയ ധാർമ്മികതയില്ല, അതൊരു രാഷ്ട്രീയ 48 മണിക്കൂർ തരാം. ഈ സമയത്താണ് മുന്നണിയിൽ എടുക്കണോ വേണ്ടോ ചർച്ച ചെയ്യുന്നത്. നിങ്ങളുടെ രാഷ്ട്രീയ 2 ദിവസം കൊണ്ട് പ്രഖ്യാപിക്കണം. നിങ്ങൾ ഏപ്രിൽ 23-ാം തീയതി പോകുന്ന എങ്ങനെയാണെന്നറിയോ? 2 ദിവസം കൊണ്ട് ഘടകകക്ഷിയെ പ്രഖ്യാപിക്കുന്നു പറഞ്ഞു പോയതല്ലേ? ഏകോപന സമിതി തീരുമാനം എടുത്ത മെയ് 2-ാം തീയതി. നിങ്ങൾ രണ്ടുപേരോടും പി വി അൻവറിന് വേണ്ടി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ വലതുപക്ഷ കക്ഷിയോടും ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, എന്താണ് പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ പി വി അൻവർ രാജിവെക്കാനുള്ള കാരണം എന്താ? എന്ത് ലക്ഷ്യത്തോടു കൂടിയാണ് പി വി അൻവർ രാജിവെക്കുന്നത്? കോൺഗ്രസിനെതിരെ കൂടെ നിന്നിട്ട് ശക്തമായി പ്രതികരിക്കുക എന്നുള്ളതാണ്. അല്ലല്ല, പി വി അൻവർ രാജിവെക്കാനുള്ള കാരണം എന്ന് പറയുന്നത് പിണറായിസത്തിനെതിരെ ഞാൻ പോരാടാൻ തീരുമാനിച്ചു. ആ പോരാടാൻ തീരുമാനിച്ചപ്പോൾ UDF-നോടൊപ്പം ഒരു ഉപാധിയുമില്ലാതെ ഞാൻ സഹകരിക്കാൻ തീരുമാനിച്ചു. ഓർമ്മിക്കണം, അതാണ് വാക്ക്. അദ്ദേഹം രാജിവെച്ച ഇതാണോ ഉപാധി? ഏറ്റവും വലിയ ഉപാധി എന്താണെന്ന് മനസ്സിലാക്കണം. അദ്ദേഹം രാജിവെച്ച സ്ഥലത്ത് എനിക്ക് തന്നെ മത്സരിക്കണം എന്ന് പറഞ്ഞുകൂടായിരുന്നോ? പറഞ്ഞില്ലല്ലോ. അദ്ദേഹത്തിന്റെ പാർട്ടി മാറി നിൽക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ട്? കോൺഗ്രസിന് വേണ്ടിയിട്ട്. ഈ പറഞ്ഞ UDF-ന് വേണ്ടിയിട്ട് അദ്ദേഹം മത്സരിക്കേണ്ട സ്ഥലത്ത്, അദ്ദേഹം മത്സരിച്ച് ജയിച്ച 2 പ്രാവശ്യം ജയിച്ച സ്ഥലത്ത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടി മാറി നിൽക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? അത് തന്നെ വലിയ ഉപാധിയാണ്. 2021 ഇലക്ഷന്റെ തൊട്ടു മുൻപ് ഈ KM മാണിയുടെ മരണശേഷം ഈ പറഞ്ഞ ജോസ് കെ മാണിയുടെ പാർട്ടി അസ്തിത്വത്തിലേക്കായി പോവുകയും ജോസ് കെ മാണിയുടെ അണികളെല്ലാം കൂടി കോൺഗ്രസിലേക്ക് വരും എന്ന് വിശ്വസിച്ചിട്ട് ഒരു പാർട്ടീനെ പുറത്താക്കിയിരുന്നു. ആ പാർട്ടിയുടെ പേരറിയോ? ജോസ് കെ മാണീൻ്റെ എമ്മിനെയാണ്. ആ പാർട്ടി ഇപ്പോൾ 5 MLA വരെയായിട്ട് അവിടെ എവിടേക്ക് UDF-ലിരിക്കുക. പുറത്താക്കിയ പാർട്ടിയാണ്. അന്നെന്താ അവർ വിചാരിച്ചതെന്നറിയോ? അയ്യോ കെ മാണി മരിച്ചു പോയല്ലോ, അപ്പോൾ ജോസ് കെ മാണിക്ക് ഒരു കഴിവില്ല, അപ്പോൾ ആ അണികളെല്ലാം കൂടി കോൺഗ്രസിലേക്ക് തിരിച്ചു വരുമെന്ന് വിചാരിച്ചിട്ടാണ് അന്ന് ഒറ്റ പ്രഖ്യാപനമാണ്. ജോസ് കെ മാണീൻ്റെ പാർട്ടിയുള്ള കേരള കോൺഗ്രസ് എമ്മിനെ അങ്ങ് പുറത്താക്കി. അതേ അവസ്ഥയാണ് നിലമ്പൂർ വരാൻ പോകുന്നത്. ഇവർ വിചാരിച്ചതെന്നറിയോ? അൻവറിൻ്റെ കൂടി ആരുമില്ല, ഈ പറഞ്ഞ അൻവറിന് വോട്ട് ചെയ്യുന്നവരെല്ലാം പിണറായിസത്തിനെതിരാണ്, അതുകൊണ്ട് എല്ലാവരും UDF-ന് വോട്ട് ചെയ്യുന്നത് വിചാരിച്ചിട്ടാണ് ഈ പണിയെടുക്കുന്നത്. ഇതേ അവസ്ഥയാണ് നിലമ്പൂർ വരാൻ പോകുന്നത്. അന്ന് കോൺഗ്രസ് എടുത്ത അതേ ധാർഷ്ട്യമാണ്. അന്നൊക്കെ തീരുമാനം എടുത്തിരുന്ന ആരെന്നറിയോ? UDF കൺവീനറാണ്. ഇപ്പം നിങ്ങൾ UDF കൺവീനറെ കുറിച്ച് എവിടെയും കേൾക്കുന്നുണ്ടല്ലോ. ഇപ്പം UDF ചെയർമാൻ എല്ലാം ഹൈജാക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഒരു ചർച്ചയില്ല. UDF കൺവീനറിന് നേരത്തെ ഒരു ചർച്ചയില്ല. പ്രകാശിനെ ആകെ കണ്ടത് ദേശീയപാത വിഷയത്തിലാണ്, PK കുഞ്ഞാലിക്കുട്ടിയുടെ കൂടെ. അതും ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്നുള്ള ഒരു പ്രതികരണമേ കണ്ടു. അത്രേ ഉള്ളൂ. അത് ഹൈജാക്ക് ചെയ്ത് തുടങ്ങി. ആ സംവിധാനം ഹൈജാക്ക്. ഇപ്പം എന്താണെന്നറിയോ? അടുത്ത മുഖ്യമന്ത്രി ആരാണ്? അത് കെ സുധാകരൻ ഒഴിവാക്കി. അതെ, കെ സുധാകരൻ ഒഴിവാക്കി. പിന്നെ അടൂർ പ്രകാശ് ഇല്ല, ഈ KPCC പ്രസിഡന്റ് ഇല്ല. അപ്പൊ ഞാനാണ് ഇതിന്റെ എല്ലാ വലിയ ആള്, ഞാനാണ് അടുത്ത മുഖ്യമന്ത്രി തീർക്കാൻ വേണ്ടി കണ്ടോണ്ടിരിക്കുന്നത്. നോക്കൂ, അടൂർ പ്രകാശും UDF ചെയർമാൻ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് ചുമതലപ്പെടുത്തിയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ചുമതലയും ഇപ്പോൾ KPCC പ്രസിഡന്റും UDF ചെയർമാനും ആയിട്ട് ഒരുമിച്ച് ചെയ്യുകയാണ്. AP അനിൽകുമാറിനോടൊപ്പം. അവിടെ കോൺഗ്രസ് നേതാക്കളാണ് തീരുമാനം എടുക്കുന്നത്. UDF ചെയർമാൻ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാവുന്നതുള്ളൂ. അതുകൊണ്ട് UDF ചെയർമാൻ അക്കാര്യം പറയാൻ കഴിയില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതവിടെ നിൽക്കട്ടെ. എനിക്ക് പറയാനുള്ളത് അൻവറിൻ്റെ പിടിവാശിയാണ്, അൻവറിൻ്റെ പരമാബദ്ധങ്ങളിൽ ഒന്നുകൂടിയാണ് എന്നുള്ളതാണ് ഞാനിത് പറയാൻ പോകുന്നത്. ആദ്യം ഞാനൊരു കണക്ക് പറയാം. അൻവറിന് നിലമ്പൂർ മണ്ഡലത്തിലുള്ള ശക്തി എത്രത്തോളമുണ്ട്, രാഷ്ട്രീയമായ ശക്തി, വോട്ടിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ നിലമ്പൂരിലെ മാത്രം കണക്ക് പരിശോധിച്ചാൽ പോരാ. ഏറനാട്ടേക്കും വയനാട്ടിലേക്കും കൂടി നമ്മളൊന്ന് പോകണം. ഏറനാട്ടിലാണല്ലോ സ്വന്തം സ്ഥലമുള്ള ഒതായിയുള്ള ഏറനാട്ടെ മണ്ഡലത്തിൽ 2011 PK ബഷീറിനെതിരെ മത്സരിക്കുമ്പോൾ അന്ന് നേടിയ വോട്ട് എന്ന് പറയുന്നത് 47,452 വോട്ടാണ്.
ഏറനാട് മണ്ഡലത്തിൽ ആരുടെ പിന്തുണയോടുകൂടിയാണ് വോട്ട് കിട്ടിയെന്നറിയാമോ? CPM-ന്റെ സൈലന്റായി നിശബ്ദമായ പിന്തുണയോടുകൂടി 47,452 വോട്ടുകൾ നേടി. അന്ന് CPI-യുടെ സ്ഥാനാർത്ഥിയായിരുന്നു അഷ്റഫ് കാളിയത്ത്. അഷ്റഫ് കാളിയത്തിന് കിട്ടിയ വോട്ട് 2,100-700 വോട്ട് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ അവിടെ CPM പൂർണ്ണമായി പിന്തുണച്ചിട്ട് പോലും, ഇനി CPI പിന്തുണച്ചാൽ പോലും പരമാവധി കിട്ടുമായിരുന്നു 50,000 വോട്ടാണ്. പക്ഷേ 55,000 വോട്ടിനപ്പുറത്തേക്കാണ് PK ബഷീർ ജയിക്കുന്നത്. ഏറനാട് മണ്ഡലത്തിൽ CPM-ഓ CPI പിന്തുണച്ചാൽ പോലും അൻവറിന് ജയിക്കാൻ കഴിയുമായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ അൻവറിന് ഏറനാട് മണ്ഡലത്തിൽ പൊളിറ്റിക്കലായിട്ട് ഒരു സ്വാധീനവും ഇല്ല എന്നാണ് അർത്ഥം. CPM പിന്തുണച്ചിട്ട് പോലും പരമാവധി 47,000 വോട്ടാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ തൊട്ടടുത്ത വർഷം, അതായത് 2016 ഏറനാട് മണ്ഡലത്തിൽ അബ്ദുൾ റഹ്മാൻ മത്സരിക്കുന്നുണ്ട്. അബ്ദുൾ റഹ്മാൻ CPM-ന്റെയും CPI-യുടെയും പിന്തുണയോട് കൂടി 56,000 വോട്ടായിട്ട് വോട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. ആരുടെ വോട്ട്? 47,000 ആയിരുന്ന PV അൻവറിന്റെ വോട്ട് ഇനി CPI-യുടെ കൂടെ കൂടി ചേർത്തുള്ളൂ. CPI ആയിക്കോട്ടെ, അവിടെ പൂർണ്ണമായും CPM പിന്തുണച്ചത് ഈ PV അൻവറിനെയാണ്. CPI-ക്ക് കിട്ടിയത് 2,100 ഉള്ളൂ. ആകെ ഉള്ളത് 49,000 വോട്ടേ PV അൻവറും CPI-യും കൂടി ചേർന്ന് 2011 ഏറനാട് ഉണ്ടാക്കിയിട്ടുള്ളൂ. അതേസമയം 2015 ആകുമ്പോഴേക്കും KT അബ്ദുൾ റഹ്മാൻ മത്സരിക്കുമ്പോൾ അത് 56,155 വർദ്ധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഏറനാട് PV അൻവർ ഉണ്ടാക്കിയേക്കുന്നതിനേക്കാൾ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയ മറ്റ് സ്ഥാനാർത്ഥികൾ ഉണ്ടെന്നാണ് അർത്ഥം. ദാറ്റ്സ് നമ്പർ 1. ഞാൻ വരാം ആ കണക്കിൽ എന്തെങ്കിലും ലോജിക്ക് സംശയം ഉണ്ടെങ്കിൽ അവസാനം ഞാൻ തീർത്തുതരാം. രണ്ടാമത്തത്, ഇനി വയനാട്ടിലേക്ക് പോകാം. വയനാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2014 നടക്കുമ്പോൾ ഈ PV അൻവർ അവിടെയും സ്വന്തമായിട്ട് മത്സരിച്ചല്ലോ. അന്ന് 3 ലക്ഷത്തിലധികം വോട്ടാണ് ഷാനവാസും നേടുന്നത്. തൊട്ടു പിന്നിൽ അന്ന് സത്യൻ മൊകേരി ഉണ്ടായിരുന്നു. ഏകദേശം സമാനമായ വോട്ട്, വളരെ കുറച്ച് വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ, 10,000-ലധികം വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ആ സമയത്ത് PV അൻവറിന് കിട്ടിയ വോട്ട് എത്രയാണെന്നറിയോ? 10-1 വോട്ടാണ് കിട്ടിയത്. 37,000 വോട്ട്. എത്ര നിയോജക മണ്ഡലങ്ങളുണ്ടെന്നറിയോ? 7 നിയോജക മണ്ഡലങ്ങളുണ്ട്. എവിടെയാ? ഈ PV അൻവറിൻ്റെ മണ്ഡലത്തിലെ നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം ഒന്ന് എടുത്തു നോക്കൂ. അതായത് അന്ന് വയനാട്ടിൽ മത്സരിക്കുന്ന സമയത്ത് കൃത്യമായി എടുത്ത് പരിശോധിച്ചാൽ 6,000-7,000 വോട്ടാണ് ഓരോ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും കിട്ടിയിരിക്കുന്നത്. PV അൻവർ എന്ന സ്വതന്ത്ര അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ലോക്സഭയിലേക്കാവട്ടെ നിയമസഭയിലാവട്ടെ PV അൻവർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി നിലമ്പൂരിൽ CPM-ന്റെ ഔദ്യോഗിക ഇടതു സ്വതന്ത്രനായി വരുന്നതിന് മുൻപ് മത്സരിച്ച 2 തിരഞ്ഞെടുപ്പുകളിലും പരാജയമായിരുന്നു. ഇനി നമുക്ക് നിലമ്പൂരേക്ക് വരാം. അപ്പോൾ ഏറനാട് PV അൻവർ ഒരു ഫാക്ടർ അല്ല. വയനാട് ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന PV അൻവർ ഒരു ഫാക്ടറേ അല്ല. 37,000 വോട്ടാണ്. അവിടെ രശ്മിൽനാഥിന് കിട്ടുന്നത് 80,000 വോട്ടാണ്. BJP-ക്ക് പോലും അതിന്റെ പകുതി വോട്ട്. അതാണ് ഈ സ്വതന്ത്രനായി നിന്നാലുള്ള ശേഷിയെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. എത്രമാത്രം ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇനി നിലമ്പൂരേക്ക് വരും. നിലമ്പൂരിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ വോട്ടർമാരുടെ എണ്ണം കൂടി നമ്മൾ കണക്കിലെടുക്കണം. 2.25 ലക്ഷം വോട്ടർമാർ നിലമ്പൂരുണ്ട്. 1,73,000 വോട്ടർമാരാണ് 2021 വോട്ട് രേഖപ്പെടുത്തിയത്. അതായത് PV അൻവർ വളരെ കുറച്ച് വോട്ടുകൾക്ക്, അല്ലേ, 3,200 വോട്ടുകൾക്കോ മറ്റോ വിജയിച്ച് കയറുന്നത്. VV പ്രകാശിനെ പരാജയപ്പെടുത്തി വരുന്നത്. ആ സമയത്ത് PV അൻവറിന് 81,000 വോട്ട് കിട്ടുന്ന സമയത്ത് 1,73,000 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. 2016 അതായത് PV അൻവറിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കൊടുക്കുന്ന സമയം 1,62,000 വോട്ടർമാർ, 11,000 വോട്ടർമാരുടെ കുറവാണ്. അവിടെ PV അൻവറിന് കിട്ടിയത് 77,858 വോട്ടാണ്. എന്ന് പറഞ്ഞാൽ 10,000 വോട്ട് പുതുതായിട്ട് കൂട്ടിച്ചേർക്കുന്ന 2016-21 കേവലം 4,000 വോട്ടാണ് PV അൻവറിന് കൂടുന്നത്. അതേസമയം VV പ്രകാശിന് 6,000-ഓളം വോട്ടുകൾ കൂടുന്നുണ്ട് എന്നത് കാണാം. അതൊരു കണക്ക്. 2, അവിടുത്തെ അടിസ്ഥാനമായി CPM വോട്ട് എത്രയാണെന്ന് അറിയാമോ? ഞാനത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ശ്രീരാമകൃഷ്ണന് 2006 കിട്ടിയ വോട്ടാണ്. 69,452 വോട്ടാണ് ശ്രീരാമകൃഷ്ണന് CPM കിട്ടുന്നത്. എന്ന് വെച്ചാൽ 70,000 വോട്ടാണ് ശ്രീരാമകൃഷ്ണന് കിട്ടുന്നത്. എപ്പോൾ? 2006 മത്സരിക്കുന്ന സമയത്ത്. 2006 ഇപ്പോൾ പാർട്ടി കേഡർ വോട്ടും പാർട്ടി അനുഭാവികളുടെ വോട്ടും, അതായത് അന്ന് ഇപ്പോൾ വോട്ട് ചെയ്തവരെക്കാൾ 11,000 ആളുകൾ കുറച്ച് വോട്ട് ചെയ്ത സമയത്താണ്. എന്ന് വെച്ചാൽ ശരാശരി 40% വർധനം അവിടെ ഉണ്ടായാൽ ഒരു 4,000 വോട്ട് കൂടി കൂടും. എന്ന് പറഞ്ഞാൽ 69,000-ൽ നിന്ന് ഒരു 4,000 കൂടി കൂട്ടിയിൽ ഒരു 73,000 വോട്ട് നിലവിൽ ഇടതുപക്ഷത്തിന് നിലമ്പൂർ മണ്ഡലത്തിലുണ്ട്. ദാറ്റ്സ് ക്ലിയർ. അത് എപ്പോഴും സംഭവിക്കുന്നത്? 2008 ശേഷം സംഭവിക്കുന്നത്. അതാണ് ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞത്. 3 പഞ്ചായത്തുകൾ എങ്ങനെയാണ് മാറിപ്പോയത്. 3 പഞ്ചായത്തുകൾ മാറി വണ്ടൂരേക്ക് പോയത്, ഏറനാട്ടേക്ക് പോയത്, അതുണ്ടാക്കിയേക്കുന്ന ഇമ്പാക്റ്റ് ആണ് അതിനുശേഷം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ
മറുഭാഗത്ത് കിട്ടുന്ന വോട്ടാവട്ടെ 76,000 വോട്ടായിരിക്കാം ഒരു പക്ഷേ UDF സ്ഥാനാർത്ഥിക്ക് കിട്ടാൻ പോകുന്നത്. ഇവിടെ എത്ര വോട്ടാണ് പരമാവധി വ്യത്യാസം ഉണ്ടാക്കുന്നത്? 70,000 വോട്ട് നമ്മൾ കണക്കിലെടുത്താൽ PV Anwar കിട്ടുന്ന 81,000 വോട്ടിലേക്ക് എത്തിയാലും അല്ലെങ്കിൽ 81,000 വോട്ടിലേക്ക് എത്തിയാലും പരമാവധി 7,000 മുതൽ 10,000 വോട്ടിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. CPM-ന്റെ അനുകൂല ഇടത് വോട്ടിൽ നിന്ന് കാര്യമായ മാറ്റം ഉണ്ടാക്കുന്നത് 7,000 മുതൽ 10,000 വരെ വോട്ടുകൾ മാത്രമാണ്. അതാണ് ആ 7,000 മുതൽ 10,000 വോട്ടിൻ്റെ ബലത്തിലാണ് PV Anwar നിലമ്പൂർ മണ്ഡലത്തെ ഇപ്പോൾ ഒരു തുറുപ്പുചീട്ടായിട്ട് ഉപയോഗിക്കുന്നത്. അവിടെയാണ് എൻ്റെ വിമർശനം എന്ന് പറയുന്നത്. രണ്ട് കാര്യങ്ങളിൽ, ഒന്ന്, ഒരു മുന്നണിയുടെ മര്യാദ പാലിക്കുക എന്നുള്ളത് ആ മുന്നണിയിൽ ചേരാൻ വരുന്ന നേതാക്കൾക്കും ആവശ്യമുള്ള കാര്യമാണ്. ശരി, ആദ്യം DMK ആയിട്ട് പോയി. എത്ര അബദ്ധങ്ങളാണ് PV Anwar കാണിച്ചത്. ഒന്ന്, PV Anwar എന്തിനാണ് ഈ മൊത്തം സമരകോലാഹലത്തിന് ഇറങ്ങിയത്? ആദ്യഘട്ടത്തിൽ പിണറായിസം എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പിണറായി വിജയൻ അനുകൂലമായി ആദ്യഘട്ടത്തിലും സംസാരിക്കുന്ന PV Anwar-നെ നമ്മൾ കാണുന്നത്. അവിടെ ആകെ പ്രശ്നമായിരുന്നു സുജിത് ദാസും MR അജിത് കുമാറുമായിരുന്നു. സുജിത് ദാസും MR അജിത് കുമാറും എങ്ങനെയാണ് പ്രശ്നമാവുന്നത്? സംഖ്യവൽക്കരണവും ക്രിമിനൽ വൽക്കരണവുമായിരുന്നു പോലീസിലെ വിഷയമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് PV Anwar വരുന്നത്. അന്ന് PV Anwar-നെ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നതേ. കാരണം എന്താ? ഇപ്പോൾ ഈ CPM-ലെ പലരും പറയാൻ മടിച്ച കാര്യം ആർജവത്തോടുകൂടി ഇടതുമുന്നണിയിലെ ഒരു സ്വതന്ത്രനായ MLA പറയുന്നു. അത് ഇടതുമുന്നണിയുടെ ചരിത്രത്തിൽ കേട്ടിട്ടില്ല കേട്ടോ. കാര്യം ഇടതുമുന്നണിയുടെ പരീക്ഷണശാലകളിൽ മലബാറിൽ ഉപയോഗിച്ചിരുന്ന ഒരു സമവാക്യം എന്ന് പറയുന്നത് സമ്പന്നരായ സ്വതന്ത്രരായിട്ടുള്ള മുസ്ലിം കാൻഡിഡേറ്റിനെ, ഇൻഡിപെൻഡൻ്റായ കാൻഡിഡേറ്റിനെ നിർത്തി പരീക്ഷിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ. അത് മഞ്ഞളാംകുഴി അലിയിൽ നിന്ന് KT ജലീലിലൂടെ അബ്ദുൾ റഹ്മാനിലൂടെ വരുന്ന ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായി PV Anwar പ്രതികരിച്ചു തുടങ്ങുകയാണ്. അത് CPM-ന് ആദ്യഘട്ടത്തിൽ അങ്കലാപ്പല്ല ഉണ്ടാക്കിയത്. CPM-ലെ സൈബർ ഗ്രൂപ്പുകൾ പോലും PV Anwar-നെ ഏറ്റെടുത്തു. എന്തിനേറെ ലോക്കൽ കമ്മിറ്റികളടക്കം PV Anwar ഉയർത്തിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു തുടങ്ങി. അവിടെ വരെ PV Anwar കറക്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞാൽ PV Anwar എങ്ങോട്ടാണ് പോയത്? അതുവരെ തനിക്ക് പിതൃതുല്യത്തിൽ നിന്ന് കണക്കാക്കിയിരിക്കുന്ന ഒരാൾ ഈ പോലീസിനെതിരെ നടപടിയെടുക്കുന്നില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട്, ഒരു തെളിവുമില്ലാതെ ഉയർത്തിയ ആരോപണങ്ങൾ കൊണ്ട് ഈ പിണറായി വിജയനെതിരെ തിരിഞ്ഞതാണ് ആദ്യത്തെ പരമാബദ്ധം. എന്താ വിചാരിച്ചത് PV Anwar? പിണറായി വിജയനെതിരെ താൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് ഇറങ്ങി നിന്നാൽ CPM-ലെ കേഡർ വിഭാഗത്തിൽ ഒരു വിഭാഗം ഇറങ്ങി വരുമെന്ന് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. നമ്മുടെ ബൈറ്റിൽ, നമ്മുടെ ലൈബ്രറി കിടപ്പുണ്ട്. ഈ മലയോര മേഖലയിലെ മുഴുവൻ 30-34 വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിലെ മുഴുവൻ വോട്ടർമാരും തനിക്ക് അനുകൂലമായിട്ട് ഇറങ്ങി വരുമെന്നാണ് പറഞ്ഞത്. ചേലക്കര മണ്ഡലത്തിൽ 3,100 വോട്ടേ പിടിച്ചിട്ടുള്ളൂ. ഒരു നിമിഷം കേൾക്കൂ എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെതിരെയും P ശശിക്കെതിരെയും പാർട്ടിക്കെതിരെയും കുന്തമുന തിരിക്കാൻ തുടങ്ങിയതോടുകൂടി അത് കാണിച്ച പരമാബദ്ധം നമ്പർ 1. അതോടുകൂടി ഞാൻ പറയാം അദ്ദേഹം അവിടെ ശ്രമിച്ചത് എന്താ? അദ്ദേഹം ശ്രമിച്ചത് ഒറ്റ കാര്യമാണ് ശ്രമിച്ചത്. ഒറ്റ കാര്യം അദ്ദേഹം ശ്രമിച്ചുള്ളൂ. പിണറായി വിജയനെ നിർത്തിക്കൊണ്ട് തനിക്ക് മലപ്പുറത്ത്, പ്രത്യേകിച്ച് നിലമ്പൂർ മണ്ഡലത്തിൽ, അത് KT ജലീലിന് താല്പര്യമുണ്ടായിരുന്നു. അവിടെ ക്വാറികളാണെങ്കിലും ശരി, മണൽ കടത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണെങ്കിലും ശരി, അവിടെ ഒരു MLA എന്ന നിലയിൽ തനിക്ക് സേ ഉണ്ടാവണം. ഇതായിരുന്നു ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ സുജിത് ദാസിനെതിരെയും ഒപ്പം MR അജിത് കുമാറിനെതിരെയും ഉയർന്ന അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങൾ പരിഹരിക്കാതെ വന്നപ്പോൾ അദ്ദേഹം പിണറായി വിജയനെതിരെ യുദ്ധത്തിനിറങ്ങുക. എന്നിട്ട് അവിടെ അദ്ദേഹത്തിന് രാഷ്ട്രീയ ബദ്ധം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. ഞാൻ പറഞ്ഞു തീർത്തിട്ട് പക്ഷേ എന്നാൽ പിണറായി വിജയനെതിരെ തിരിഞ്ഞതോടുകൂടി CPM-ൽ നിന്നൊരു പട തനിക്ക് അനുകൂലമായിട്ട് വരുമെന്നും നിലമ്പൂരിൽ ഒഴുകിയെത്തിയ ആളുകളെല്ലാം CPM-ൻ്റെ ആൾക്കാരാണെന്നും തെറ്റിദ്ധരിച്ചു. ഒരു കേഡറിനെ പോലും കൂട്ടാൻ പറ്റിയിട്ടില്ല PV Anwar-ന്. CPM-ൻ്റെ ഒരു ബ്രാഞ്ചിൽ നിന്ന്, ഒരു ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒരു കേഡർ അംഗം ഇറങ്ങിപ്പോയില്ല PV Anwar-നോടൊപ്പം. അതിൻ്റെ കാരണം എന്താ? തിരിഞ്ഞ് അദ്ദേഹം പോയത് തമിഴ്നാട്ടിലോട്ടാണ്. DMK-യെ കൂട്ടാൻ വേണ്ടി പോയി. DMK എന്താ ചേർക്കാഞ്ഞത്? എന്താ DMK ഒപ്പം കൂട്ടാഞ്ഞത്? പിണറായി വിജയൻ പറഞ്ഞ DMK കേൾക്കാനുണ്ടല്ല. ഈ മനുഷ്യന്റെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റിയിൽ സംശയം ഉണ്ടായിരുന്നു. കേൾക്കൂ എന്ത് വിഷയം? ഞാൻ പറയുന്നു, ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിക്കുന്നിടത്തോളം പോലും DMK PV Anwar-നെ അംഗീകരിക്കില്ല. കാര്യം എന്താ? നിങ്ങൾക്ക് നിലമ്പൂരിൽ പോയി ചോദിച്ചാൽ അത് മാത്രമല്ല, അതാണ് രാഷ്ട്രീയ അബദ്ധം. തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയി. എങ്ങനെ? DMK കൂട്ടാതെ വരുന്ന സാഹചര്യത്തിൽ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയപ്പോഴോ അതുവഴി എന്താ ലക്ഷ്യമിട്ടത്? UDF-ലേക്കുള്ള എൻട്രിയാണ്. പക്ഷേ ആ സമയത്താണ് ഇന്ത്യ മുന്നണിയിൽ മമതാ ബാനർജി രാഹുൽ ഗാന്ധിക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നത്. രാഷ്ട്രീയ പരമാബദ്ധം 3. അത് കഴിഞ്ഞിട്ട്
പറഞ്ഞ നിലപാടുകളെല്ലാം വിഴുങ്ങിയിട്ട് ഒടുവിൽ ഇടതുമുന്നണിയിൽ നിന്ന് പുറത്തുപോയി MLA സ്ഥാനം രാജിവെച്ചു. MLA സ്ഥാനം രാജിവെച്ചപ്പോൾ ഇപ്പോൾ ഒടുവിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? തൻ്റെ നിരന്തര രാഷ്ട്രീയ പ്രതിയോഗിയായ ആര്യാടൻ ഷൗക്കത്തിന്റെ കയ്യിലേക്ക് ആ സീറ്റ് കൊണ്ട് കൊടുത്തേക്കുക. അടുത്ത പരമാബദ്ധം. അടുത്ത പരമാബദ്ധം. എന്നിട്ട് അവിടെ അദ്ദേഹം എന്താ കണക്കാക്കിയത്? UDF-ന്റെ ഭാഗമായി VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കുന്നത് വഴി തനിക്ക് 2026-ൽ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ കഴിയുമെന്നുള്ളൊരു രാഷ്ട്രീയ വ്യാമോഹം. അതും പരമാബദ്ധമായി. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ആര്യാടൻ ഷൗക്കത്ത് ആ മണ്ഡലത്തിൽ വിജയിച്ച ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ മണ്ഡലം വിട്ടുകൊടുക്കുമോ? ആര്യാടൻ മുഹമ്മദിനെ തുടരും. ഒരു പോയിന്റ് കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പൊ ഇനിയിപ്പോ എന്താ ആവശ്യം? അപ്പൊ ഉറപ്പുള്ള ഒരു സീറ്റ് കൂടെ കിട്ടണം. ഇപ്പൊ എന്താ തർക്കം? UDF-ൽ എടുക്കാത്തതല്ല, 2 സീറ്റാണ് തർക്കം. 2 സീറ്റാണ് തർക്കം. നിലമ്പൂരിന് പുറമെ മറ്റൊരു സീറ്റ് കൂടി വേണം. ജയിച്ച ആ സീറ്റ് കിട്ടൂല, പകരം തിരുവമ്പാടി കിട്ടുവോ? കിട്ടിയാ മത്സരിക്കാം. ഇതാണ് ഇപ്പോൾ ചോദ്യം. PK ബഷീർ ഏറനാട് കൊടുക്കൂല, തിരുവമ്പാടി വണ്ടൂര് AP അനിൽകുമാർ കൊടുക്കാൻ പറ്റൂല. പിന്നുള്ളത് ഏതാ? തിരുവമ്പാടി. ആ തിരുവമ്പാടി കണ്ണുവെച്ചുകൊണ്ടുള്ള നോട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് വഴങ്ങണോ വഴങ്ങണ്ടയോ എന്നത് ലീഗാണ് തീരുമാനിക്കേണ്ടത്. അത് PV അൻവറിന് വഴങ്ങണോ വഴങ്ങണ്ടോ എന്ന് UDF തീരുമാനിക്കും. പക്ഷേ നിലവിൽ VD സതീശൻ എടുത്ത നിലപാടാണ് ഏറ്റവും യുക്തമായ മറുപടി. ആ യുക്തമായ നിലപാട് അത് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ അന്തസ്, UDF എന്ന മുന്നണിയുടെ അഭിമാനം, അഭിമാനം അത് നിലനിർത്തിക്കൊണ്ടുള്ള തീരുമാനമാണ്. ഇനി PV അൻവറിന് പറയാം UDF-ന് വേണോ വേണ്ടോ എന്നുള്ളത്. ശരി, ഒരു മിനിറ്റ്. സാർ പറഞ്ഞ കാര്യം അതേ സംവിധാനം ഞാനൊന്ന് പറഞ്ഞോട്ടെ. എൻ്റെ ഒരു കാര്യം പറയട്ടെ. PV അൻവർ എങ്ങനെയാണ് CPM നിന്ന് പോകുന്നത്? CPM നിന്ന് പോകുന്നത് ഈ പറഞ്ഞ ഒരു കാര്യത്തിലും അല്ല. CPM-ൽ അദ്ദേഹം പോകുന്നത് എങ്ങനെയാണെന്നറിയോ? ആദ്യം അദ്ദേഹം മറുനാടൻ മലയാളിക്കെതിരെ സമരം തുടങ്ങി. ആ കടന്നൽ രാജ എന്ന് പറഞ്ഞാൽ ആ പേര് വരുന്നത് എങ്ങനെയാണ്? മറുനാടൻ മലയാളിക്കെതിരെ സൈബർ ആക്രമണം, അതായത് സൈബർ അറ്റാക്കിന് വേണ്ടിയിട്ട് ആ PV അൻവർ ഇറങ്ങുന്നതോട് കൂടിയിട്ടാണ് അത് തുടങ്ങി. അവിടുന്ന് മുന്നോട്ട് പോയി ഈ പറയുന്ന മറുനാടൻ മലയാളിയിൽ അറസ്റ്റ് ചെയ്യുന്നതിന് പോയി ആ വാർത്ത ചോർത്തി കൊടുത്തു എന്നാണ് PV അൻവർ പറയുന്നത്. അങ്ങനെ തെളിയില്ലാതെ പറയുന്നല്ലോ. അദ്ദേഹത്തിന് കാര്യം പറയട്ടെ. നിങ്ങൾ പറയുന്ന നെഗറ്റീവ് മാത്രം നടക്കുന്നു പറയാൻ പറ്റില്ലോ. അതോട് കൂടിയിട്ട് അവർ ആ സംവിധാനം തെറ്റി. അത് ആർക്കെതിരെ? അത് ചോർത്തി കൊടുത്ത് അതെ, 3 പേര് മാത്രം അറിഞ്ഞ കാര്യം എങ്ങനെയാ? അത് P ശശി എന്ന് പറയുന്നു. ആ P ശശി ഈ പറഞ്ഞ എന്താണ് SP-മാരെ വെച്ച് പല കാര്യങ്ങളും നടപ്പിലാക്കുന്നു എന്ന് പറയുന്നു. ആ കാര്യങ്ങളുമായി മുന്നോട്ട് പോകേണ്ട PV അൻവർ പോയത്. അത് ആരാണ്? CPM എന്ന് പറഞ്ഞ പാർട്ടിയിൽ ഒരു മനുഷ്യൻ പോലും പറയാൻ കാണിക്കാത്ത തൻ്റെ PV അൻവർ ചെയ്യുന്നു. അദ്ദേഹത്തിന് അറിഞ്ഞുകൂടെ ഇത്രയും വലിയൊരു കേഡർ പാർട്ടിക്കെതിരെ ശക്തമായ നിലപാടെടുത്തിട്ട് പുറത്തു പോകേണ്ടി വരുമെന്ന്. അദ്ദേഹം പുറത്തു പോയിട്ട് എന്താ ചെയ്തത്? അദ്ദേഹം എന്താണ് ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ കൂടെ കൂടി കോൺഗ്രസ് അദ്ദേഹത്തെ കൊണ്ട് എല്ലാം പറയിപ്പിക്കാമെന്ന് മുഴുവൻ പറയിപ്പിച്ചു. അത് കഴിഞ്ഞ് എന്താണ് അദ്ദേഹം DMK, ഒരു മിനിറ്റ് സാറേ കഴിഞ്ഞോട്ടെ, അദ്ദേഹം DMK എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കാൻ പോയി. DMK-ൽ CPM-ന്റെ ഇടപെടൽ വന്നു. കാരണം എന്താ? 2 MD-മാർ ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് ഇപ്പൊ അദ്ദേഹം എന്താണ് ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസിൽ എത്തിയല്ലോ. തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിലെ കോർഡിനേറ്റർ അതാണല്ലോ. ആ പറയുന്നത് നാഷണൽ പാർട്ടിയാണല്ലോ. ഇപ്പൊ എന്താ ആവശ്യം? ഇപ്പൊ എന്തിനാ ഈ ബഹളം ഉണ്ടാക്കുന്നത്? ഒറ്റ വാക്ക് കോൺഗ്രസിൽ പറഞ്ഞാൽ പോരെ. ഈ PV അൻവറിന് ആവശ്യമില്ല. PV അൻവർ ഞങ്ങൾക്ക് ഒരു സംഭവമല്ല. ഞങ്ങൾ സ്വന്തമായിട്ട് നിന്ന് മത്സരിക്കാൻ ആ തൻ്റെ ഒരു കോൺഗ്രസ് നേതാവ് കാണിക്കുന്നില്ലല്ലോ, VD സതീശൻ കാണിക്കുന്നില്ലല്ലോ, ലീഗ് കാണിക്കുന്നില്ലല്ലോ. ഇനി ഞാനൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താ അറിയോ? സാറ് പറഞ്ഞില്ല 7000 തുടങ്ങി 10,000 വരെ വോട്ടാണ് പിന്നെ അൻവറിന്റെ കയ്യിലുള്ളതെന്ന്. അതാണ് അൻവറിന്റെ തുറുപ്പ് കിട്ടുന്നത്. ആ 10,000 വോട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് ജയിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ് സ്വന്തം മണ്ഡലത്തിൽ വോട്ടുള്ള അബ്ദുൽ വഹാബ് MP-യുടെ വീട്ടിൽ ലീഗ് മീറ്റിംഗ് നടത്തുന്നത്, PV അൻവറിനെ വിളിച്ച് മീറ്റിംഗ് നടത്തുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ചെയ്യുമെന്നുള്ള കാര്യത്തിനോ? ആ 10,000 വോട്ടാണ്. അരുൺ സാർ പറഞ്ഞ കറക്റ്റാണ്. 70,000 വോട്ടാണ് അവിടെ കേഡർ വോട്ടായിട്ട് പറയാം. 70,000 വോട്ടാണ് ശ്രീരാമകൃഷ്ണന്റെ വോട്ടായി നമ്മൾ കണക്കാക്കുന്നത്. ബേസ് വോട്ടായിട്ട് 2006-ലെ വോട്ടായിട്ട് കണക്കാക്കുന്നതെങ്കിൽ 77,000 വോട്ടാണ് 2014 കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക്? PV അൻവറിന് കിട്ടുന്നത് 70,000 77,000 തമ്മിൽ 7,800. ഞാനൊരു കാര്യം പറയാം. 70,000 വോട്ട് LDF-ന്റെ ഉണ്ട്, കൂട്ടിക്കോളൂ സാറ്. 70,000 വോട്ട് പിന്നെ കോൺഗ്രസിൻ്റെയും കൂട്ടിക്കോളൂ. ബാക്കി 7,000 വോട്ട് PV അൻവർ പോയാലുണ്ടല്ലോ ഇവിടെ തുർപ്പി അല്ല ഈ പറയുന്ന ആര്യാടൻ മുഹമ്മദ് തുലാസിലാവും. ആ 7,000 വോട്ടാണ് അൻവറിന്റെ കൂടി PV അൻവറിന്റെ ഉത്തരം വരും. അതായത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെതിരെ നിങ്ങൾ പോരാടുന്നത്? ആർക്കെതിരെ പോരാടേണ്ടത്? പിണറായിസത്തിന്റെ പോരാടാം. ഒറ്റയ്ക്ക് പോരാടാൻ നടത്താൻ പാടില്ലേ? ഒറ്റയ്ക്ക് സമരം നടത്താൻ പാടില്ലേ? ആശാ സമരത്തിന് പോയിട്ട് കോൺഗ്രസ് UDF കൂടെ പോയിട്ട് സമരം നടത്തിയത് അൻവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. ഈ പറഞ്ഞ അജിത് കുമാറിനെതിരെ സമരം നടത്തിയത് അൻവർ ഒറ്റയ്ക്കാണ്. ഈ പറഞ്ഞ തൃശ്ശൂർ പൂരത്തിനെതിരെ സമരം നടത്തിയത് അൻവർ ഒറ്റയ്ക്കാണ്. ഈ പറഞ്ഞ എന്താണ് പിണറായി വിജയനെതിരെയും ഈ പറഞ്ഞ നാഷണൽ ഹൈവേക്കെതിരെയൊക്കെ സമരം നടത്തിയ പിന്നർ ഒറ്റയ്ക്ക്. അവിടെ UDF ഒന്നും ഇല്ല. ഒറ്റ ചോദ്യമുള്ളൂ. ആ സമയം അവസാനിച്ചു. നമ്മൾ ഒറ്റ ചോദ്യമുള്ളൂ. നിലവിൽ അവിടെ LDF സ്ഥാനാർത്ഥി ഈ PV അൻവർ മത്സരിക്കുകയും ആ LDF സ്ഥാനാർത്ഥി അതുമൂലം വിജയിക്കുകയും ചെയ്താൽ PV അൻവർ ജയിക്കുമോ തോക്കൂ? PV അൻവർ ജയിക്കും. കാരണം എന്താ അറിയോ? ഇതിനേക്കാൾ പിണറായി വിജയനാണെന്ന് അൻവർ. ഞാനിത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? PV അൻവർ
ഈ ആര് ജയിച്ചാലും ആര്യാടൻ ഷൗക്കത്താണ് ജയിക്കുന്നതെങ്കിലും ഇനി മറുഭാഗത്ത് LDF സ്ഥാനാർത്ഥിയാണ് വിജയിക്കുന്നതെങ്കിലും അവിടെ തോൽവി ഒരൊറ്റയാൾക്ക് മാത്രമായിരിക്കും, അത് PV അൻവറിനായിരിക്കും. അരുൺ പക്ഷേ ഞാൻ ആൻഡ്രസർ പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യം ഞാൻ കൂട്ടിച്ചേർക്കാം. എന്തായാലും VD സതീശൻ അൻവറിനോട് ചെയ്ത ചതിയൊന്നും പിണറായി വിജയൻ അൻവറിനോട് ചെയ്തിട്ടില്ല. ഈ ചതി എന്നൊക്കെ ഉള്ള വാക്കുകൾ എന്നൊക്കെ പറയുന്നത് അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. ഇതൊരു മാപ്പ് പറഞ്ഞത് ആയിക്കോട്ടെ, അതിന് മര്യാദ കാണിച്ചു. അദ്ദേഹം ആ മര്യാദ കാണിച്ചു. ആ മര്യാദ നിയമസഭയിൽ നിന്ന് ഒരു രേഖയുമില്ലാതെ വിളിച്ച് ഒരു പ്രതിപക്ഷ നേതാവിനെ അപമാനിക്കുന്ന സ്ഥിരത എന്നുണ്ട്. രാഷ്ട്രീയ അഭിപ്രായ സ്ഥിരത, രാഷ്ട്രീയ നിലപാട് ഇപ്പൊ പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ, പിണറായി വിജയനേക്കാൾ ഭേദപ്പെട്ട ആളാണത്രേ നരേന്ദ്രമോദി. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞു? ഈ PV അൻവർ പറഞ്ഞതായിട്ട് നിങ്ങൾ ഓരോ സംവിധാനം ഉണ്ടാക്കുകയാണ്. അങ്ങനെയൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. എനിക്കറിയില്ല. ഇല്ല, ഇത് രാഷ്ട്രീയ ക്ഷമ എന്നുള്ളത് വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യമാണ് ഏതൊരു രാഷ്ട്രീയ നേതാവിനും. ഈ പേഷ്യൻസ് എന്നുള്ളത് ആർട്ട് ഓഫ് പൊളിറ്റിക്സ്. ആ ക്ഷമ എന്നുള്ളത് ഇല്ലെങ്കിൽ ഇതൊക്കെ ഒരു കാര്യം പറഞ്ഞു തന്നാൽ മതി. നിങ്ങളിപ്പം PV അൻവറിന് ഈ പറഞ്ഞ ആര്യാടൻ ഷൗക്കത്തിനെ ജയിപ്പിക്കാൻ കൂടെ നിന്ന് നോക്കുക. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ VD സതീശൻ ആ പോസ്റ്റിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഈ ഇലക്ഷൻ കഴിഞ്ഞ ആര്യാടൻ ഷൗക്കത്ത് വിശ്വാസമില്ല. അതുകൊണ്ട് ലീഗിന്റെ പറഞ്ഞാൽ ഞാൻ കേൾക്കാം എന്ന് പറയുന്ന കാരണം അതാണ്. അൻവറിന്റെ പിടിവാശി എന്നാണ് ചോദ്യം. ഒരാളുടെ അഭിപ്രായം യെസ്, രണ്ടുപേരുടേത് നോ. Meet the editors.